ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി 9 മണി വാർത്ത തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കെ സുരേന്ദ്രൻ തുടരുമോ അതോ പുതിയ പ്രസിഡന്റ് വരുമോ? ബി.ജെ.പി. അധ്യക്ഷനെ ഇന്നറിയാം. കോർ കമ്മിറ്റിയിൽ ദേശീയ നേതൃത്വം തീരുമാനം അറിയിക്കും. സുരേന്ദ്രൻ അല്ലെങ്കിൽ പട്ടികയിൽ എം.ടി. രമേശും ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും. ഡൽഹി ജഡ്ജിയുടെ വീട്ടിൽ കത്തിയ നോട്ടുകളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സുപ്രീം കോടതി. ആഭ്യന്തര അന്വേഷണം തുടർന്നു. ജഡ്ജി യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് മാറ്റി നിർത്തി. കോഴിക്കോട് പൂവാട്ടുപറമ്പിലെ 40 ലക്ഷം രൂപ കവർച്ച നാടകം. പരാതിക്കാരൻ ഉൾപ്പെടെ 2 പേർ പിടിയിൽ. പ്രതികളെ കുടുക്കിയത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ആശാവർക്കർമാർ നാളെ കൂട്ടനിരാഹാരത്തിന്. രാപ്പകൽ സമരം 42ാം ദിവസത്തിലേക്ക് കടന്നു. 3 പേരും നിരാഹാര സമരം തുടരുന്നു. തൊടുപുഴ ബിജു ജോസഫ് കൊലപാതക കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തുടങ്ങും. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആശുപത്രി വിടും. വത്തിക്കാനിലെ വസതിയിലേക്ക് മടങ്ങുന്ന പാപ്പയ്ക്ക് 2 മാസത്തെ വിശ്രമം. വിശ്വാസികളെ മാർപ്പാപ്പ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ആശീർവദിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ VM സുധീരൻ. തോറ്റത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച കൊണ്ട്. അതിനെക്കുറിച്ചൊന്നും അത്ര കൂടുതലായി പറയുന്നില്ല. ഒരു കാര്യം ശരിയാണ്, നല്ല സ്ഥാനാർത്ഥി നിർണയം, ജനസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികൾ. പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെ കാലുവാരാതെ നോക്കണമെന്നും സുധീരൻ ന്യൂസ് 18 Q18-ൽ. IPL ആദ്യ മത്സരത്തിൽ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന് അനായാസ ജയം. കൊൽക്കത്തയെ തോൽപ്പിച്ചത് 7 വിക്കറ്റിന്. കോഹ്ലിക്കും സോൾട്ടിനും അർദ്ധ സെഞ്ചുറി. രാജസ്ഥാൻ ഇന്ന് ആദ്യ മത്സരത്തിന്. ചെന്നൈ മുംബൈ പോരാട്ടവും ഇന്ന്. കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്നു എന്ന വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത്. ആ വാർത്ത കേട്ട് നമ്മളൊക്കെ ഞെട്ടി. പക്ഷേ അതിലും ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നു. അത് പരാതിക്കാരന്റെ നാടകമെന്ന് തെളിയുകയാണ്. പരാതിക്കാരനായ റഹീസ് ഉൾപ്പെടെ 2 പേർ ഈ സംഭവത്തിൽ പിടിയിലായതായാണ് സൂചന. ഹെൽമറ്റ് ധരിച്ച 2 പേർ കാറിന് സമീപത്ത് നിന്ന് സ്കൂട്ടറിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രതികളെ കുടുക്കിയത്. ഇന്നലെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ കാണാം. അനീഷ്, നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളാണ് തെളിവായത്. എന്താണ് ഇങ്ങനെ ഒരു നാടകത്തിന് പിന്നിൽ? ഇങ്ങനെ ഒരു നാടകം കളിച്ചൊരു കവർച്ച നാടകത്തിലേക്ക് ഈ റഹീസിനെ എത്തിച്ചതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ശ്രീജ, ഈ കേസിന്റെ ആദ്യം മുതൽ, അതായത് അടിമുതൽ മുടി വരെ അനീഷിലേക്ക് മടങ്ങിയെത്താം. ശബ്ദത്തിൽ അവ്യക്തതയുണ്ട്. ഹെൽമെറ്റ് ധരിച്ച 2 പേർ കാറിന് സമീപത്ത് നിന്ന് സ്കൂട്ടറിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതികളെ കുടുക്കിയത്. അനീഷ്, തുടർന്നോളൂ.
ഷീജ, ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ ചില സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു. കാരണം പരാതിക്കാരൻ തന്നെ ആവുമോ ഒടുവിൽ പ്രതി എന്ന രീതിയിൽ സംശയം തന്നെയായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഇതുപോലെ ആശുപത്രിയുടെ ഒരു പാർക്കിംഗ് മേഖലയിൽ അതിൻ്റെ ഭാഗത്ത് നിർത്തിയിട്ട ശേഷം ഒരു കാറിനുള്ളിൽ 40 ലക്ഷം രൂപ ഒരു ചാക്കിനകത്താക്കി വെച്ചിട്ട് പോവുക എന്നത് തന്നെ അവിശ്വസനീയമായ ഒരു കാര്യമായിരുന്നു. ഒപ്പം ഈ പണത്തിൻ്റെ സ്രോതസ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പല ആവർത്തി ചോദിച്ചെങ്കിലും കൃത്യമായ ഒരു മറുപടി നൽകാനായി റഹീസിന് കഴിഞ്ഞില്ല. റഹീസിൻ്റെ ഭാര്യാപിതാവ് ഒരു കച്ചവട സ്ഥാപനം വിറ്റപ്പോൾ ലഭിച്ച പണം, ആ പണം തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഭാര്യാപിതാവ് സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ട് തന്നോട് ഈ പണം സൂക്ഷിക്കുക എന്ന് അറിയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം തൻ്റെ അടുത്തിരുന്നത്. പിന്നീട് ഭാര്യാപിതാവ് നിർദ്ദേശിച്ച ഒരാൾക്ക് ഈ പണം നൽകണമായിരുന്നു. അതിനായി ആ ആളോട് ഈ പൂവാട്ടുപുറം ഭാഗത്തെത്താൻ പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ തിരക്ക് കുറഞ്ഞ ഒരു സ്ഥലം എന്ന രീതിയിലാണ് ഈ വാഹന പാർക്കിംഗ് ഒക്കെ നോക്കി സൗകര്യപൂർവ്വമാണ് പൂവാട്ടുപുറമ്പിലെ സ്വകാര്യ ആശുപത്രിയുടെ പിൻവശത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ താൻ വാഹനമിട്ടത്. അതിനുശേഷം ഈ നിർദ്ദിഷ്ട ആളെ കാണാനായി പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും വാഹനത്തിൽ പണമില്ലായിരുന്നു. വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിന് ചേർന്നുള്ള ഡോർ ആയിരുന്നു. അതിനുശേഷം വാഹനത്തിനുള്ളിലെ പണം കൊണ്ടുപോവുകയും ചെയ്തുവെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ പോലീസിനൊരു പൊരുത്തക്കുണ്ടായിരുന്നു. കാരണം ഈ റഹീസ് പൂവാട്ടുപറമ്പിന് സമീപം തന്നെയുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ നിന്നും കഷ്ടിച്ച് ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഈ ആശുപത്രി ഭാഗത്തേക്ക് എത്താൻ. അങ്ങനെ എത്തിയപ്പോൾ ഈ വിവരം അറിഞ്ഞത് ആരാണ്, അല്ലെങ്കിൽ പണം കാറിനുള്ളിൽ ഉണ്ടോ എന്ന വിവരത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്ത ഒരാൾക്ക് ഈ പണം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് റഹീസ് അറിയാതെ മറ്റൊരാൾ ഈ കാര്യം എങ്ങനെ അറിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ സംശയമുന്നിലായിരുന്നു. ഒപ്പം ചാക്കിനകത്ത് കെട്ടിയാണ് ഈ കാറിനുള്ളിൽ 40 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നാണ് റഹീസ് പറഞ്ഞത്. പക്ഷേ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത്ര വലിയ ഒരു ചാക്കുകെട്ടോ അത്ര വലിയ ഒരു ഭാരമേറിയ വസ്തുക്കൾ കൊണ്ടുപോകുന്ന ഒരു പ്രതീതി ആ CCTV ദൃശ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ 40 ലക്ഷം രൂപ എന്നത് അതൊരു കളവാണ്, അല്ലെങ്കിൽ അത്രയധികം പണം ഉണ്ടായിരുന്നില്ല എന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് സംശയം ഉയർന്നിരുന്നു. 2-3 സാധ്യതകളാണ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഈ കുഴൽപ്പണം പോലുള്ള എന്തെങ്കിലും കള്ളപ്പണ ഇടപാടുകൾ ഇതിൽ നടന്നിരിക്കാം. ആ പണം ഏതെങ്കിലും ആളുകൾ റഹീസിനെ ഏൽപ്പിച്ചിട്ട് അതൊരു മറ്റൊരാൾക്ക് കൈമാറാനാവാം ചുമതലപ്പെടുത്തിയത്. പക്ഷേ ആ പണം കളവ് പോയി അല്ലെങ്കിൽ കവർച്ച പോയി എന്ന് പറയുമ്പോൾ ആ പണം സ്വന്തമാക്കാനുള്ള ഒരു സാധ്യത റഹീസിന് മുന്നിൽ തെളിയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു കൃത്രിമമായ തെളിവ് സൃഷ്ടിക്കുന്നതിന്, അല്ലെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്തി ആ പണം സ്വന്തമാക്കുന്നതിനുള്ള നീക്കമാണ് റഹീസ് നടത്തിയതെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. മറ്റൊന്ന്, ഭാര്യാപിതാവ് റഹീസിന്റെ കൈവശം നൽകിയ പണമാണ് എന്നാണ് ആദ്യം തന്നെ മൊഴി നൽകിയത്. എന്നാൽ ഇതിൽ കുറച്ച് പണം ഭാര്യാപിതാവ് നൽകിയിരുന്നു എന്ന ചില വിവരങ്ങൾ ലഭിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ഭാര്യാപിതാവ് നൽകിയ പണം കവർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഭാര്യാപിതാവിന്റെ പണം തട്ടിയെടുക്കാനുള്ള ഒരു നീക്കം തന്നെയാണോ നടന്നത് എന്നതിനെ കുറിച്ചുള്ള ചില സംശയങ്ങളുമുണ്ട്. ഏതായാലും കൃത്യമായ രേഖകളില്ലാതെ ഈ സാധാരണഗതിയിൽ ഒരു കച്ചവട സ്ഥാപനം വിറ്റ് പണം ലഭിക്കുകയാണെങ്കിൽ പോലും 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ ഓൺലൈനായി നടത്തണമെന്നൊക്കെ ചട്ടമുള്ളപ്പോൾ ഇത്രയും ലിക്വിഡ് ക്യാഷ് എന്തിന് ഇടപാടുകൾക്ക് വാങ്ങി? അതുകൊണ്ട് ഇത് കൃത്യമായി കണക്കിൽപ്പെടാത്ത പണമാണോ എന്നൊരു സംശയം തന്നെയാണ് പോലീസിന് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തപ്പോൾ ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ട്. 2 പേരാണ്, ഈ റഹീസിന്റെ ഒരു സുഹൃത്തിന്റെ കൂടെ സഹായത്തോടുകൂടിയാണ് ഈ കൃത്യം നടത്തിയത്. ഈ ബൈക്കിൽ ഉള്ളതിൽ ഒരാൾ റഹീസ് ആണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഹെൽമറ്റ് ധരിച്ചാണ് 2 പേർ ഇരിക്കുകയും ചെയ്യുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന് ഇത്തരം ഒരു സംശയം ഉണ്ടാവുകയും ചെയ്തിരുന്നു. കൂടുതൽ വ്യക്തമായ അന്വേഷണങ്ങൾ നടത്തിയപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ കൂടുതൽ ചിത്രങ്ങൾ അനാവരണം ചെയ്തത്. ഒപ്പം ഈ സമീപകാലത്തായി ദുരൂഹ സാഹചര്യങ്ങളിലുള്ള പല കവർച്ചകളിലും ഈ പരാതിക്കാരിലേക്ക് തന്നെ ഈ അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വടകര ഭാഗത്ത് ഒരു കാറിൽ മുളകുപൊടി ഇട്ട ശേഷം കവർച്ച നടത്തിയെന്ന ഒരു പരാതിയുമായി യുവാവ് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ആ പരാതിയിൽ CCTV ദൃശ്യങ്ങളും മറ്റും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആ പ്രതിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ ആ പരാതിക്കാരൻ തന്നെ പ്രതിയാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു സ്വർണ്ണ തട്ടിപ്പ് കേസ് ഉണ്ടായിരുന്നു. ആ തട്ടിപ്പ് കേസിലും പരാതിപ്പെട്ട ആൾ തന്നെ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നടന്ന ഈ 40 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലും പരാതിക്കാരൻ തന്നെ പ്രതിയായി മാറുന്നത്. ശരി, 40 ലക്ഷം രൂപ കവർന്നു എന്ന വാർത്തയായിരുന്നു ഇന്നലെ പുറത്തു വന്നിരുന്നത്. എന്നാൽ അത് ഈ പരാതിക്കാരനായ റഹീസിന്റെ തന്നെ നാടകമായിരുന്നു എന്നതാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ പോലീസിന് വ്യക്തമാവുന്നത്. പറഞ്ഞതെല്ലാം കളവായിരുന്നു എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ കവർച്ച ഒരു നാടകമായിരുന്നു എന്ന വിവരം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം.
വലിയ അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കെ BJP സംസ്ഥാന അധ്യക്ഷൻ ആരാകും എന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. നാളത്തെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് പേര് പറയുന്നതെങ്കിലും ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകും. കെ സുരേന്ദ്രൻ തലസ്ഥാനത്ത് തുടരും എന്ന ഒരു വിഭാഗം ഉറപ്പിച്ചു പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ ഇറക്കിയതിനാൽ പുതിയ നടപടികളിലേക്ക് കടക്കുന്നു എന്ന പ്രതീതിയും ഉണ്ടാവുന്നുണ്ട്. അത്യന്തം സസ്പെൻസ് നിറയുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ. കെ സുരേന്ദ്രൻ തുടരുമെന്നും അതല്ല രാജീവ് ചന്ദ്രശേഖർ പുതിയ അധ്യക്ഷനായി എത്തുമെന്നുമുള്ള ചർച്ചകളാണ് ഏറെ സജീവമായി നിലനിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കെ സുരേന്ദ്രനെ തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ കാലാവധി നീട്ടിയാൽ മതി, വിജ്ഞാപനം ഇറക്കേണ്ടതില്ലായിരുന്നു എന്ന് എതിർചേരി വിലയിരുത്തുന്നു. അതായത് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത് സുരേന്ദ്രൻ മാറുമെന്ന് തന്നെയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായാണ് വിജ്ഞാപനം ഇറക്കിയതെന്നും അധ്യക്ഷ പദവിയിൽ നിന്ന് സുരേന്ദ്രൻ ഒഴിയേണ്ടി വരില്ലെന്നും അദ്ദേഹത്തിന്റെ അനുകൂലികൾ പറയുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥിയായി എത്തും എന്നതിൽ കാര്യമായ ചർച്ച BJP സംസ്ഥാന ഘടകത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ തെല്ലൊന്ന് അമ്പരിപ്പിച്ചു തന്നെയാണ് രാജീവ് സ്ഥാനാർത്ഥിയായി എത്തിയത്. പ്രസിഡന്റ് പദത്തിലേക്കും രാജീവ് നിശബ്ദമായി നീക്കം നടത്തുന്നു എന്ന് കരുതുന്നവരുണ്ട്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടു. വി മുരളീധരൻ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചേക്കും. RSSൽ നിന്ന് അധ്യക്ഷൻ എത്തുമെന്ന് കരുതുന്ന പ്രവർത്തകരുമുണ്ട്. ഏതായാലും അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പുണ്ടാകില്ല. കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേര് നോമിനേഷനായി പോകും. ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, അഭ്യൂഹങ്ങൾക്കും ആകാംക്ഷയ്ക്കും ഒക്കെ ഇന്ന് വിരാമമാവും. ആരാണ് പുതിയ സെക്രട്ടറി എന്ന് അറിയാം. ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നത് സുരേന്ദ്രന്റെ പേരിന് ഇങ്ങനെ മുൻതൂക്കം ഉള്ളപ്പോൾ പോലും എന്തിനായിരുന്നു ഒരു വിജ്ഞാപനം എന്നതിലൊക്കെയാണ്. ഈ അവസാന നിമിഷം അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തത വരുന്നുണ്ടോ? ശ്രീജ, സുരേന്ദ്രന് അനുകൂലമായി കരുതുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ്. നേരത്തെ 4-5% വോട്ട് വിഹിതമായിരുന്നത് ക്രമാനുഗതമായി അത് 18-20% വോട്ട് വിഹിതം ഓരോ തിരഞ്ഞെടുപ്പിലേക്കും അങ്ങനെ എത്തുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം ആ നിലയ്ക്ക് തന്നെയാണ് BJPക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചത്. ഇതെല്ലാം തന്നെ 5 വർഷമാവുകയാണ്. സുരേന്ദ്രൻ 6 വർഷമാണ്, 2 ടേമാണെങ്കിൽ 6 വർഷമാണ്. പിന്നെ സുരേന്ദ്രന്റെ ഒരു ശൈലി, അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത് ഈ കൃഷ്ണദാസോ, PK കൃഷ്ണദാസോ അല്ലെങ്കിൽ ശ്രീധരൻ പിള്ളയോ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനോ ആ നിലയ്ക്കുള്ള പ്രസിഡന്റുമാർ എടുക്കുന്ന ഒരു ലൈനല്ല സുരേന്ദ്രന്റെ രീതി. സുരേന്ദ്രൻ LDF UDF നേതൃത്വങ്ങളെ കടന്നാക്രമിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ മൂർച്ചയുള്ള വാക്കുകളാണ്, അദ്ദേഹത്തിന്റെ ശരീരഭാഷ അങ്ങനെയാണ്. നേരത്തെയുള്ള സമരങ്ങൾ നയിച്ചിട്ടുള്ളത് ആ നിലയ്ക്കൊക്കെയാണ്. അങ്ങനെ സുരേന്ദ്രന് അനുകൂലമായി നിൽക്കുന്ന ചില ഘടകങ്ങൾ മാത്രമല്ല, തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്, മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോഴും ഒരു മാറ്റത്തിന്റെ സാഹചര്യമില്ല. സുരേന്ദ്രൻ അതുവരെ തുടർന്നോട്ടെ എന്ന് കരുതുന്ന ചില കേന്ദ്ര നേതാക്കളുമുണ്ട്. പക്ഷേ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈ നടപടികളിൽ ചില അഭ്യൂഹങ്ങൾ ഉയർത്തുന്ന കാര്യം, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടായിരിക്കുന്നു. സുരേന്ദ്രൻ തുടരാനാണെങ്കിൽ ആ കാലാവധി നീട്ടിക്കൊണ്ടുള്ള ഒരു അറിയിപ്പുണ്ടായാൽ മാത്രം മതി. ഇത് ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകുന്ന തരത്തിലുള്ള നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. വിജ്ഞാപനം ഉണ്ടാകുന്നു, കോർ കമ്മിറ്റി ചേരുകയും അവിടെ പേര് നിശ്ചയിക്കുകയും സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ അടുത്ത ദിവസത്തെ ആ യോഗത്തിൽ ഈ പേര് പ്രഖ്യാപിക്കുകയും പിന്നീട് കേന്ദ്രം ഔദ്യോഗികമായി ഈ പേര് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് പോവുകയും ചെയ്യും. ഒരുപക്ഷെ സുരേന്ദ്രൻ തന്നെയായിരിക്കും എന്ന് കരുതുന്നവരുണ്ട്. ഈ നടപടിക്രമങ്ങളൊക്കെ പാർട്ടിയുടെ ഒരു സാങ്കേതികത്വം മാത്രമാണ്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ ഇളക്കം തട്ടില്ല എന്ന് കരുതുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളുണ്ട്. വി മുരളീധരനുമായി ഇടയ്ക്ക് ഒന്ന് അകന്നുവെങ്കിലും ആ പ്രശ്നമെല്ലാം പരിഹരിച്ചുവെന്നും ഈ സുരേന്ദ്രനൊപ്പമുള്ള ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിന് വലിയ പരിഗണന കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചാരം കിട്ടുന്നുണ്ട്. നേരത്തെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടെന്ന് പറയുകയും പിന്നീട് ഒരല്പം പിന്മാറുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്ന നിലയ്ക്ക് നിന്നിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയായ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നിർമ്മലാ സീതാരാമന്റെ പേര്, സുരേന്ദ്രന്റെ പേര്, മുരളീധരന്റെ പേര്, കുമ്മനത്തിന്റെ പേര്, VV രാജേഷിന്റെ പേര്, അങ്ങനെ പല പേരുകൾ. ഒരു ഘട്ടത്തിൽ സുരേഷ് ഗോപിയുടെ പേര് പോലും വന്നിരുന്നു. അദ്ദേഹം തൃശ്ശൂർ വിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നേക്കുമെന്ന നിലയ്ക്കുള്ള പ്രചരണം പോലും ഉണ്ടായി. കേന്ദ്രമന്ത്രി ജയശങ്കർ, അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ടു തിരുവനന്തപുരത്ത്. അപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി രാജീവ് ചന്ദ്രശേഖർ
പറന്നിറങ്ങുന്നത് തിരുവനന്തപുരത്തേക്ക്. തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് വളരെ കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ള സമയത്താണ് അദ്ദേഹം എത്തുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വിധി മറ്റൊന്നാകുമായിരുന്നു എന്ന് കരുതുന്ന BJP പ്രവർത്തകർ പോലുമുണ്ട്. ഒരല്പം വൈകിയാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിറങ്ങിയത്. എങ്കിൽ തന്നെയും അദ്ദേഹം പരാജയപ്പെട്ടത് 15,000 വോട്ടുകൾക്ക് മാത്രമാണ്. അങ്ങനെ ഒരു നീക്കമാണ് അന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രസിഡന്റിന്റെ കസേരയിലേക്ക് അദ്ദേഹം നീക്കം നടത്തുന്നുണ്ട്. അത് നിശബ്ദമാണ് എന്ന് കരുതുന്നവരുണ്ട്. വി മുരളീധരനോട് കേന്ദ്രത്തിൽ സെൻട്രൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നൊരു നിർദ്ദേശം പാർട്ടി നൽകി എന്ന സൂചനകൾ. പക്ഷേ അദ്ദേഹം നേരത്തെ 2 തവണ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളാണ്. ഈ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചു തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം മുതലാണ്. പിന്നീട് അതിന് കുറച്ചുകൂടി സ്പീഡ് നൽകാൻ സുരേന്ദ്രന് കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ടെമ്പോ നിലനിർത്താൻ സുരേന്ദ്രന് കഴിഞ്ഞു എന്നതാണ് സുരേന്ദ്രൻ്റെ മെറിറ്റായി നിലനിൽക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ പേരും ഒരു വശത്ത് ശക്തമായി ഉണ്ട്. കാരണം വനിതാ പ്രാതിനിധ്യം, BJP കേന്ദ്ര നേതൃത്വം വനിതാ പ്രാതിനിധ്യം വലിയ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെയാണ് കാണുന്നത്. അതിൽ അവർ വലിയ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള വനിത, ആ ഒരു പരിഗണന കൂടി ലഭിച്ചാൽ ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിലേക്ക് എത്തും. നേരത്തെ പലകുറി അവർ ഡൽഹിയിൽ പോയി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഘടകകക്ഷി നേതാക്കളുമായി അവർ കൂടിക്കാഴ്ച നടത്തുകയും അവർക്കൊരു പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുകയും ചെയ്തു. ശോഭയും മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം മികച്ച വോട്ട് നില നേടിയ ഒരു വനിതയാണ്. ശോഭ നല്ല നിലയിൽ ഒരു തീപ്പൊരി പ്രസംഗമൊക്കെ കാഴ്ചവെക്കുന്ന, പാർട്ടിയെ നന്നായി പ്രതിരോധിക്കുന്ന ഒരു പ്രവർത്തക എന്ന നിലയിൽ തുടങ്ങി വലിയ നേതാവായി വന്നൊരാളാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പേരിന് വലിയ പ്രാധാന്യം. മറ്റൊരു പേര് MD രമേശിൻ്റെതാണ്. വളരെ സീനിയറായിട്ടുള്ളൊരു നേതാവാണ്. പല കൃഷ്ണദാസ് പക്ഷത്തോടൊപ്പമാണെങ്കിൽ പോലും അങ്ങനെ തുറന്നുള്ള ഒരു പോരിനൊന്നും പോകുന്ന വ്യക്തിത്വമല്ല. മാത്രമല്ല അദ്ദേഹം ഒരു സാത്വിക വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ പോലും അത് വലിയ അതിശയോക്തിയില്ല. എന്നാൽ സംഘടനാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും വലിയ കാർക്കശ്യമുണ്ട്. ശക്തമായ ഇടപെടലുകൾ നടത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തമായ ധാരണ, പാർട്ടിയെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായും വ്യക്തമായുമുള്ള ധാരണയോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സംഘടനാ സംവിധാനങ്ങളിൽ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം വളരെ ശക്തനായി തന്നെയാണ് ആ ചുമതലകൾ നിറവേറ്റുന്നത്. അങ്ങനെ MD രമേശിൻ്റെ പേര് കൂടി ഒരുപക്ഷെ സുരേന്ദ്രൻ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ സുരേന്ദ്രനും പിന്തുണയ്ക്കുന്നത് MD രമേശിനെ ആകും എന്ന നിലയ്ക്കാണ്. കാരണം ശോഭാ സുരേന്ദ്രനുള്ള ചില തർക്കങ്ങൾ ഏവർക്കും അറിയാവുന്നതാണ്. പരസ്യമായി തന്നെ ആ തരത്തിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ MD രമേശ് വന്നാൽ, താൻ ഒഴിയേണ്ട സാഹചര്യം ഉണ്ടായാൽ MD രമേശിന് ആ സ്ഥാനത്തേക്ക് എത്തിയാൽ അതിനെ സുരേന്ദ്രൻ സ്വാഭാവികമായും പിന്തുണയ്ക്കുന്നൊരു നിലയുണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. വിനോദ്, ഇനിയിപ്പം അഭ്യൂഹങ്ങൾക്കും ആകാംക്ഷകൾക്കും ഒക്കെ വളരെ ഒരു മണിക്കൂറുകളുടെ ദൂരം മാത്രമേ ഉള്ളൂ. ഒരു ഫൈനൽ ഡിസിഷൻ എന്തായാലും ഇന്ന് തന്നെ അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി BJP അധ്യക്ഷൻ ആരായിരിക്കും എന്ന രീതിയിൽ നമുക്കൊരു റിപ്പോർട്ട് കൊടുക്കേണ്ടി വരില്ല. ഇന്ന് വൈകുന്നേരത്തോടെ കാര്യങ്ങൾ അറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് നിന്നുള്ളത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസിലെ പ്രതി അഫാനെയും അച്ഛൻ റഹീമിനെയും ഒരുമിച്ചിരുത്തി പോലീസ് മൊഴിയെടുത്തു എന്നറിയുന്നു. എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്ന് പൊട്ടിക്കരഞ്ഞ് റഹീം അഫാനോട് ചോദിച്ചു. അതേസമയം അഫാന്റെ മറുപടി സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇങ്ങനൊരു കൊലപാതകത്തിന് കാരണമായത് എന്നതാണ്. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. വിനോദ് തന്നെ നൽകും വിശദാംശങ്ങൾ. വിനോദ്, എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്ന അച്ഛൻ്റെ ചോദ്യത്തിന് അഫാൻ എന്ത് ഉത്തരം പറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രസക്തം. അതാണ് ഈ കൊലപാതകത്തിൻ്റെ കാരണം എന്ന് നമുക്ക് അനുമാനിക്കാം. എന്താണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ? ആ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു കണ്ടെത്തലിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം എത്തുന്നത്. സാമ്പത്തിക ബാധ്യത തന്നെയായിരുന്നു ഈ കൊലപാതകങ്ങൾക്കെല്ലാം കാരണമായതെന്ന് പോലീസ് കണ്ടെത്തുന്നു. ഏറ്റവും ഒടുവിൽ ഈ 5 അരുംകൊലകൾ ചെയ്യുന്ന സമയത്ത് അഫാനെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നത് കയ്യിൽ ഒരു പൈസ പോലും ഇല്ല എന്ന ചിന്തയാണ്. കാരണം ഇവരുടെ ഒരു ജീവിതം, സാമ്പത്തിക അച്ചടക്കം തീരെ പാലിക്കാത്ത തരത്തിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പലരിൽ നിന്നും കടം വാങ്ങുകയും മറ്റ് പലരിൽ നിന്നും പിന്നീട് കടം വാങ്ങി ആദ്യം വാങ്ങിയ ആൾക്ക് തിരികെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ദൈനംദിന ജീവിത ചെലവുകളുണ്ട്. ആ ചെലവുകളാകട്ടെ ഒരു പരിധിവരെ നമുക്ക് ആഡംബരം എന്ന് പറയുന്ന നിലയിൽ തന്നെയായിരുന്നു. ഈ സാമ്പത്തിക ഞെരുക്കം വല്ലാതെ ഉണ്ടായിരുന്നപ്പോഴും 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങുന്നു, കാറ് വാങ്ങുന്നു, വില കൂടിയ മൊബൈൽ. ആദ്യം ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ 1.5 ലക്ഷം രൂപയുടേതാണ്. പിന്നീട് ഉപയോഗിച്ചത് 50,000 രൂപയുടെ മൊബൈൽ ഫോണാണ്. ഭക്ഷണം വാങ്ങിയിരുന്നത് പലപ്പോഴും പുറത്തു നിന്നാണ്. ഈ കൊലപാതകം നടത്തുന്നതിനും നടക്കുന്നതിൻ്റെ തലേദിവസം കാമുകിൽ നിന്ന് 200 രൂപ കടം വാങ്ങുന്നു. അതിൽ 100 രൂപ ബൈക്കിന് ഇന്ധനം നിറച്ചാണ് ഉമ്മയുമായി മറ്റ് ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോകുന്നത് പണം കടം ചോദിക്കാൻ.
ബാക്കിയുണ്ടായിരുന്ന 100 രൂപയ്ക്ക് ഹോട്ടലിൽ നിന്ന് ദോശ വാങ്ങി കഴിച്ചു എന്ന് പറയുന്നു. ഈ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ റഹീം ചോദിച്ചതായി നമ്മൾ അറിയുന്നത് ഇങ്ങനെയാണ്, എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ഉമ്മയും സഹോദരനും സാമ്പത്തികമായി തകർന്ന് അവർ തെരുവിലിറങ്ങുന്നത് കാണാൻ വയ്യ എന്ന ഒരു മറുപടി അഫാൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇത് നേരത്തെ തന്നെ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയാണ്. നേരത്തെ പാങ്ങോട് പോലീസും അതോടൊപ്പം തന്നെ വെഞ്ഞാറമൂട് പോലീസും ചോദ്യം ചെയ്ത സമയത്തൊക്കെ തന്നെ പ്രതി നൽകിയ ഒരു കാര്യമാണ്. തനിക്ക് ശേഷം ഇവർ വഴിയാധാരമാകുമെന്നൊരു ചിന്തയിൽ ഇവരെ കൊലപ്പെടുത്തി എന്ന കാര്യമാണ് പറയുന്നത്. മറ്റുള്ളവരോട് വൈരാഗ്യമായിരുന്നു, സാമ്പത്തികമായി സഹായിക്കാത്തതിൻ്റെ, നേരത്തെ നൽകിയ പണം തിരികെ ചോദിച്ചതിൻ്റെ, തുടർന്നും സഹായിക്കാത്തതിൻ്റെ ഒക്കെ തന്നെ ദേഷ്യം ഇവരോടുണ്ടായിരുന്നു എന്ന കാര്യമാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെല്ലാം കൊലപ്പെടുത്തിയെന്ന് പ്രതി പറയുകയും ചെയ്യുന്നു. കുറ്റപത്രം ഈ കേസിൽ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്കുള്ള നടപടിയിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ, അതായത് കൂടുതൽ പ്രതികളോ ആരെങ്കിലും കണ്ടെത്താനോ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനോ ഒക്കെ തന്നെയുള്ള ബുദ്ധിമുട്ട് ഈ കേസിൽ പോലീസിനില്ല. ആകെ ഉണ്ടായിരുന്നത് ഷെമി നേരത്തെ നൽകിയിരുന്ന മൊഴിയിലെ ചെറിയ വൈരുദ്ധ്യമാണ്. കട്ടിലിൽ നിന്ന് വീണുവെന്നാണ് ആദ്യം മൊഴി നൽകിയത്. അത് മകനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു മൊഴിയായിരുന്നു. എന്നാൽ ഈ വസ്തുതകൾ മനസ്സിലാക്കി, ഇളയ മകൻ കൊല്ലപ്പെട്ടു, മറ്റ് ബന്ധുക്കളെല്ലാം കൊല്ലപ്പെട്ടു എന്ന യാഥാർത്ഥ്യം മനസ്സിലായതോടുകൂടി ഷെമിയും നടന്ന സംഭവങ്ങൾ പോലീസിനോട് വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വളരെ പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെടുത്തതിൽ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ട് സുപ്രീം കോടതി. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സമർപ്പിച്ച റിപ്പോർട്ടിനൊപ്പം കത്തിയ നോട്ടുകെട്ടുകളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതിയെ സുപ്രീം കോടതി നിയോഗിച്ചു. ER രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, രാജ്യത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു കാഴ്ച അത്യപൂർവമാണ്. ഒരു ജഡ്ജി, സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജഡ്ജിക്ക് എങ്ങനെയാണ് 5 ചാക്കുകെട്ടുകളിൽ പണം കെട്ടുകളായി സൂക്ഷിക്കാൻ കഴിയുക എന്നതിന് ഉത്തരം അതിനു മുൻപത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും. സുപ്രീം കോടതി എത്രത്തോളം ഗൗരവം ഈ കേസിന് ഇപ്പോൾ നടന്ന സംഭവങ്ങൾക്ക് നൽകുന്നുണ്ട്? അതെ ശ്രീജ, കേട്ടുകേൾവിയില്ലാത്ത നടപടിയിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. കാരണം ഇതിൽ ആദ്യം പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുള്ളത് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. കാരണം ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള ജഡ്ജി ഡൽഹി ഹൈക്കോടതി ജഡ്ജിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണം ആദ്യം നടത്തിയത് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. തുടർന്ന് കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ചയാണ് ഈ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമാണ് സുപ്രീം കോടതി ആഭ്യന്തര അന്വേഷണ സമിതിക്ക് രൂപം നൽകിയതും ഒപ്പം ഈ റിപ്പോർട്ട് 25 പേജുള്ള റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. 25 പേജുള്ള റിപ്പോർട്ടിനൊപ്പം തന്നെ പണം കണ്ടെടുക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇതുവരെ അതൊരു ആരോപണം പോലെ പണം കണ്ടെടുത്തു എന്നൊരു ആരോപണം മാത്രമായിരുന്നെങ്കിൽ അതിൻ്റെ തെളിവ് സഹിതം ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ചിത്രങ്ങളും പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി. ഒപ്പം ഈ 25 പേജുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവിടെ എന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, ഒപ്പം ഈ ആരോപണ വിധേയനായ ജഡ്ജി യശ്വന്ത് വർമ്മയുമായി കൂടിക്കാഴ്ച നടത്തിയതും കാര്യങ്ങൾ, ഒപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞ കാര്യങ്ങൾ, ഇത് കൂടാതെ അദ്ദേഹത്തിൻ്റെ വിശദീകരണവും ആരോപണ വിധേയനായ ജഡ്ജിയുടെ വിശദീകരണം കൂടി ഉൾപ്പെടുത്തി 25 പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. മാർച്ച് മാസം 14 തീയതിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. അതിനുശേഷം അവിടെ ഫയർഫോഴ്സ് എത്തുന്നു. തുടർന്ന് നാശനഷ്ട കണക്കുകൾ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നതിനിടയിലാണ് നോട്ടുകെട്ടുകൾ അവിടെ കണ്ടെടുക്കുന്നത്. എന്നാൽ ഈ ആരോപണ വിധേയനായ ജഡ്ജി യശ്വന്ത് വർമ്മ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഈ ആരോപണങ്ങളൊക്കെ തന്നെ നിഷേധിക്കുകയാണ്. ഒന്ന് പ്രധാനപ്പെട്ട വാദമായി നിരത്തുന്നത് വീടിനകത്തല്ല, ഔദ്യോഗിക വസതിക്ക് അകത്തല്ല ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്, മറിച്ച് ഈ കോമ്പൗണ്ടിൽ തന്നെയുള്ള സ്റ്റോർ റൂമിലാണ് തീപിടുത്തം ഉണ്ടായത്. താനോ തൻ്റെ കുടുംബാംഗങ്ങളോ ഈ ഇത്തരത്തിൽ പണം അവിടെ സൂക്ഷിച്ചിട്ടില്ല. മാത്രവുമല്ല തൻ്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് മറുപടി പറഞ്ഞത്. അതായത് ഈ പോലീസ് നൽകിയിട്ടുള്ള ദൃശ്യങ്ങളും ഒപ്പം തന്നെ ചിത്രങ്ങളും ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇദ്ദേഹത്തെ കാണിക്കുന്നു. അതിന് നൽകിയ മറുപടിയാണ് തൻ്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിൽ ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് മേധാവി തന്നെ പറഞ്ഞത് ഇത്തരത്തിൽ പണം കണ്ടെത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം
ആ നിലപാട് മാറ്റുന്നു. അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ കഴിഞ്ഞ 6 മാസത്തെ അദ്ദേഹമായി ആരൊക്കെ ബന്ധപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങൾ വിശദാംശമെടുക്കാനായി ഫോൺ കോൾ ഡീറ്റെയിൽസ് ഇതിനോടകം തന്നെ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് അത് ഇതിനോടകം തന്നെ സമർപ്പിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആര് വന്നു, CRPF ഉദ്യോഗസ്ഥർ, കാരണം അവിടെ കാവലുള്ളതാണ് ആ വസതി, അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അടക്കം വിശദാംശങ്ങൾ നൽകാനും ഇതിനോടകം തന്നെ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 21-ാം തീയതി, അതായത് മിനിഞ്ഞാന്നാണ് ഈ റിപ്പോർട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നൽകുന്നത്. അതിന് നൽകിയ മറുപടിയിൽ ചീഫ് ജസ്റ്റിസ് ചില കാര്യങ്ങളിൽ പ്രധാനമായും 3 കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് കൂടി ആവർത്തിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ പണം എങ്ങനെ വന്നു, ഈ പണത്തിന്റെ ഉറവിടം എന്താണ്, ഇതുകൂടാതെ മുറിയിൽ നിന്ന് പണം നീക്കം ചെയ്ത് ആരാണ് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി ഈ ആരോപണ വിധേയനായ ജഡ്ജിയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ മറുപടി വേണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെ സുപ്രീം കോടതി വിഷയത്തെ കാണുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ 3 അംഗ സമിതിക്ക്, 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ അധ്യക്ഷനായ ആഭ്യന്തര അന്വേഷണ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഈ ആഭ്യന്തര സമിതിയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഇദ്ദേഹത്തിനെതിരായ ആരോപണ വിധേയനായ യശ്വന്ത് വർമ്മയ്ക്കെതിരായ തുടർ നടപടി കൈക്കൊള്ളുക. ശ്രീജ. ശരി, രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. തൊടുപുഴയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. ജോമോൻ, മുഹമ്മദ് അസ്ലം, വിപിൻ എന്നിവരാണ് പ്രതികൾ. ബിസിനസ് പങ്കാളിയായ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കൊലപ്പെടുത്താനാണ് ജോമോൻ കൊട്ടേഷൻ നൽകിയത്. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് വിവരങ്ങൾ നൽകുന്നു. PA സാഗർ വിവരങ്ങളുമായി. സാഗർ, ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് വളരെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പോയത്. എന്താണ് ഒരു ബിസിനസ് പാർട്ട്ണറെ കൊലപ്പെടുത്തുന്നതിലേക്ക് ഇയാളെ എത്തിച്ചത് എന്നതാണ് പോലീസ് പറയുന്ന വിവരങ്ങൾ. റീജ, ഇന്നലെയാണ് ഈ ബിസിനസ് പങ്കാളിയായ ജോമോൻ തന്റെ ബിസിനസ്സിലെ പാർട്ണറായ ബിജുവിനെ കൊലപ്പെടുത്തി തന്റെ മാലിന്യ കുഴിയിൽ തള്ളിയത്. ഇതിന്റെ പ്രതികളെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ 1-ാം പ്രതി ബിസിനസ് പങ്കാളിയായ ജോമോൻ തന്നെയാണ്. ജോമോനാണ് ഈ ബിജുവിനെ കൊല്ലുവാനായി കൊട്ടേഷൻ കൊടുത്തത്. ഈ കൊട്ടേഷൻ പ്രതികളായ ആഷിഖ്, ജോമിൻ, മുഹമ്മദ് അസ്ലം, ഇത്രയും പേരെ, ഈ 3 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ പ്രതികളെല്ലാം ഇന്ന് രാവിലെ 10-ഓടുകൂടി ഈ ബിജു ജോസഫിന്റെ വീടിന് സമീപം എത്തിച്ച് തെളിവെടുക്കും. അതുപോലെ തന്നെ ബിജു ജോസഫിന്റെ മാലിന്യക്കുഴിയിൽ തള്ളിയ ആ ഫാക്ടറിയുടെ സമീപത്തും എത്തിച്ച് തെളിവെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10 മണിയോടുകൂടി തന്നെ ആരംഭിക്കും. ഇതൊപ്പം ഈ മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ ബിസിനസ് നേരത്തെ ഒരുമിച്ച് ചെയ്തിരുന്നവരാണ് ഈ ജോമോനും ബിജുവും. ഇതിലുണ്ടായ തർക്കങ്ങളാണ്, സാമ്പത്തിക തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ബിജുവിനെ രാവിലെ ജോമോന് സംഘവും തട്ടിക്കൊണ്ടുപോകുന്നു. ഒമ്നി വാനിലാണ് ഇവർ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോയപ്പോൾ ബിജു ഒച്ച വെക്കുകയും തുടർന്ന് ഇവർ കാറിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഈ മർദ്ദനത്തിലാണ് ബിജു കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ ബിജുവിന്റെ ശരീരത്തിൽ ഒട്ടേറെ പാടുകളും മുറിവുകളും മറ്റും ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ബിജു ക്രൂര മർദ്ദനത്തിനിരയായി എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. ഇക്കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ആ കാര്യങ്ങൾ വ്യക്തമാകൂ. ഏത് രീതിയിലാണ് ഇവർ കൊലപ്പെടുത്തിയത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ച് ഇന്ന് രാവിലെ ഇപ്പോൾ അല്പസമയത്തിന് ശേഷം ഈ പ്രതികൾ ഇവിടെ എത്തിച്ച് സംഭവ സ്ഥലത്തെത്തിച്ച് മൊഴിയെടുക്കും. തുടർന്ന് ഈ ഫാക്ടറിയിലും കൊണ്ടുപോയി മൊഴിയെടുക്കുന്ന നടപടികൾ ആരംഭിക്കുവാനിരിക്കുകയാണ്. ശ്രീജ. ശരി, സാഗറാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ. കൊല്ലം ചടയമംഗലത്ത് യുവാവിനെ കുത്തിക്കൊന്നു. ചടയമംഗലം കലയം സ്വദേശി സുധീഷാണ് മരിച്ചത്. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായുള്ള വാക്തർക്കത്തിനിടെയാണ് കുത്തേറ്റത്. എസ് വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, കൊല്ലം ചടയമംഗലത്തുള്ള പേൾ റെസിഡൻസി ബാറിന് മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കമാണ് തട്ടിക്കുത്തിലേക്കും ഒടുവിൽ കൊലപാതകത്തിലേക്കും കലാശിച്ചിരിക്കുന്നത്. ഇതിൽ 3 പേർക്കാണ് കുത്തേറ്റത്. ഇതിൽ ഒരാളാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ചടയമംഗലം കലയം സ്വദേശിയായ 35 വയസ്സുള്ള സുധീഷാണ് കുത്തേറ്റ് മരിച്ചത്. സുധീഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ഷാനവാസ്, അതുപോലെ തന്നെ അമ്പാടി അനി എന്നീ 2 പേരാണ്. ഇതിൽ ഷാനവാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര പരിക്കുകളോടെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ അമ്പാടി അനിയുടെ പരിക്ക് ഗുരുതരമല്ല. അയാളെ കണക്കൽ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ചടയമംഗലത്തെ CATU തൊഴിലാളികളായിരുന്നു ഇവർ 3 ഇതിൽ CATU കൺവീനറാണ് ഈ മരിച്ച
സുധീഷ് ഈ സെക്യൂരിറ്റി ജീവനക്കാരനുമായി ഉണ്ടായ ചില വാക്കുതർക്കമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇവരുടെ ഏകദേശം കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയാണ് മൂവരും 2 ബൈക്കുകളിലായി എത്തുന്നത്. ബാറിനുള്ളിലേക്ക് വാഹനം പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അത് ചെയ്യാനുള്ള ഒരു തിടുക്കം ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ തടഞ്ഞു. വാഹനം വെളിയിൽ പാർക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കമാണ് വലിയ രീതിയിലുള്ള ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. അങ്ങനെ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ ഇവർ മർദ്ദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരൻ ഇതിൽ പ്രകോപിതനായ അയാൾ ഉള്ളിലേക്ക് പോയി ഒരു കത്തി എടുത്തുകൊണ്ടുവന്ന് മൂവരെയും ആക്രമിക്കുകയായിരുന്നു. സുധീഷിനെ പിടിച്ചു മാറ്റാനായി ശ്രമിച്ചു എന്ന് പറയുന്നത്. ഈ മർദ്ദനത്തിനിടയിൽ പിടിച്ചു മാറ്റാനായി ശ്രമിച്ച സുധീഷിനാണ് വലിയ രീതിയിൽ കുത്തേൽക്കേണ്ടി വന്നത്. അങ്ങനെ ആണ് സുധീഷിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചുവെങ്കിലും സുധീഷിന്റെ ജീവൻ നഷ്ടമായ ഒരു സാഹചര്യം ഉണ്ടായത്. ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തുകയും ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. ഇയാൾ കുണ്ട്ര സ്വദേശിയാണ്. ദീർഘനാളായി ഈ ബാറിൽ ജോലി ചെയ്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശ്രീജ. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നഗരത്തിൽ പോലീസിന്റെ മെഗാ കോമ്പിംഗ്. സിറ്റി പോലീസ് രാത്രി നടത്തിയ പരിശോധനയിൽ കുടുങ്ങിയത് 250-ലേറെ പേരാണ്. ഇതിൽ ലഹരി മരുന്ന് കൈവശം വെച്ച 36 പേർ പിടിയിലായി. ഇന്നലെ രാത്രി ആരംഭിച്ച പരിശോധന പുലർച്ചെ വരെ നീണ്ടു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് കൊച്ചി നഗരത്തിലുടനീളം സമാനമായ രീതിയിൽ പരിശോധന കർശനമാക്കുന്നതാണ്. ഈ ഇന്നലെ രാത്രി നടന്ന മെഗാ കോമ്പിംഗ് എത്രത്തോളം ഫലപ്രദമായിരുന്നു? ശ്രീജ, ഈ അടുത്തിടെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും എല്ലാം തന്നെ പരിശോധന വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും പല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഇന്നലെ പോലീസിൻ്റെ ഒരു മെഗാ കോമ്പിംഗ് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള ഒരു പരിശോധന നടന്നത്. ഇത് കൂടുതലും നഗര കേന്ദ്രീകൃതമായിട്ട് തന്നെയാണ് ഈ പരിശോധന കൂടുതലായിട്ടും തന്നെ നടന്നത്. ഇതിൽ വലിയ രീതിയിൽ തന്നെ മദ്യപിച്ചവരെ, അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കൾ കൈവശം വെച്ചവരെ, ഈ രാസലഹരിയുടെയും മറ്റും അതിൻ്റെ ഒരു കാരിയർമാരെ അടക്കം വിപുലമായ രീതിയിലുള്ളൊരു പരിശോധനയാണ് നടത്തുന്നത്. ഇതിൽ പല നിരവധിയായ കേസുകളടക്കം രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരുന്ന പരിശോധനകളുടെ ഒരു വിപുലമായ രീതി എന്ന രീതിയിലാണ് കാര്യമെന്ന രീതിയിലാണ് ഇത് സജ്ജീകരിക്കുകയും ചെയ്തത്. പോലീസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പലരുടെയും നീക്കങ്ങൾ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. അത് പ്രധാനമായും തന്നെ ഇതിൻ്റെ കാരിയർമാരാണ് കൂടുതലായിട്ടും തന്നെ ഈ പോലീസിൻ്റെ നിരീക്ഷണത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതോടൊപ്പം സ്ഥിരമായിട്ട് ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ താവളങ്ങൾ അത് പലയിടങ്ങളിലും തന്നെ നേരത്തെയും പോലീസ് പരിശോധന നടത്തിയെങ്കിലും പലരും രക്ഷപ്പെട്ടു പോകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അത്തരം ഇടങ്ങളിൽ പരിശോധന കുറവായിരുന്നു. എന്നാൽ ഇന്നലെ പൊടുന്നനെ അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോലീസ് കടന്നു ചെല്ലുകയും ആ രീതിയിലേക്ക് പരിശോധന കാര്യക്ഷമമാക്കാനടക്കം തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതിന് മറ്റൊരു കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ SRM റോഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങളടക്കം ഉണ്ടായിരുന്നു. ഇതിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗം തന്നെയായിരുന്നു. ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ഈ നോർത്ത് സൗത്ത് പോലുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടക്കാരുടെയും ഇടനിലക്കാരുടെയും എല്ലാം തന്നെ കേന്ദ്രമാകുന്നു. പലരും തന്നെ അവിടെ വന്ന് ഇത് വാങ്ങിക്കുന്ന റിപ്പോർട്ടുകൾ അടക്കമുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് പോലീസിന് ഈ ഒരു മെഗാ കോമ്പിങ്ങിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. അത് ഒരു പരിധിവരെ വിജയകരമാണ് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് കണക്കാക്കുകയും ചെയ്യുന്നത്. കാരണം ഈ കേസുകളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കൂടുതലാകുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ അമർച്ച ചെയ്യുന്നതിന്, ഈ ലഹരി കച്ചവടം അതിൻ്റെ ഇടപാടടക്കം നഗരത്തിൽ നിയന്ത്രിക്കുന്നതിന് ഇതേപോലുള്ള മെഗാ കോമ്പിംഗ് തന്നെ വേണ്ടി വരുമെന്ന് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. ഈ പരിശോധനകൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് കസ്റ്റഡിയിലായവർക്കെതിരെയുള്ള അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. കർശനമായ നടപടികളിലേക്കടക്കം മുന്നോട്ട് പോകാനാണ് പോലീസിൻ്റെ ഒരു തീരുമാനം. ശ്രീജ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ബിഷപ്പിനെതിരെ കേസെടുത്തതിൽ വനം വകുപ്പിനെതിരെ സിറോ മലബാർ സഭ. ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ടുള്ള ജനകീയ സമരത്തിന്റെ പേരിൽ കേസെടുത്തത് അപലപനീയമെന്ന് സിറോ മലബാർ സഭ വിമർശിച്ചു. കോതമംഗലം രൂപത മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിലടക്കം 23 പേർക്കെതിരെയാണ് കേസെടുത്തത്. വിവരങ്ങളുമായി ഡാനി പോൾ തന്നെ ഒരിക്കൽ കൂടി. ഡാനി, ഈ പോലീസിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ വിമർശനം വന്നിട്ടുള്ളത്. എന്താണ് സിറോ മലബാർ സഭ പറയുന്നത്?
ശ്രീജ, ആലുവ മൂന്നാർ റോഡ് അത് പഴയ റോഡാണ്, രാജഭരണകാലത്ത് ഉണ്ടായിരുന്ന റോഡാണ്. അപ്പോൾ അത് തുറന്നു കൊടുക്കണം. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കടന്നു പോകുന്നത് വനത്തിലൂടെയാണ്. വനത്തിലൂടെ കടന്നു പോകുന്ന റോഡുകളെല്ലാം തന്നെയുണ്ട്. പക്ഷേ ഈ ഭാഗം കടന്നു പോകുന്നതെന്ന് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഇത് വനം വകുപ്പ് അടച്ചിട്ടിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് മുൻപ് അത് ഉപയോഗത്തിലിരുന്നതാണ്. ഇത് വളരെ എളുപ്പത്തിലേക്ക് ഏതാണ്ട് 40 കിലോമീറ്ററിലധികം ഈ മൂന്നാറിലേക്ക് എത്തുന്ന ദൂരം കുറയ്ക്കാനായിട്ട് സാധിക്കും. നല്ല റോഡാണ്. പക്ഷേ ഇതുവഴിയുള്ള കടന്നുപോക്ക് വനത്തിലൂടെയാണ്. അത് പല രീതിയിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാക്കുന്നു. പല കാരണങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വനം വകുപ്പ് തന്നെ ഇതിലൂടെയുള്ള ഒരു സഞ്ചാരം നിരോധിക്കുകയായിരുന്നു. എന്നാൽ ഇത് തുറന്നു കൊടുക്കണമെന്ന് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഈ മേഖലയിലുള്ളവർ ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മാങ്കുളം പോലുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഈ റോഡ് വന്നാൽ മാത്രമേ അവർക്ക് വളരെ എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ വളരെ ദൂരം ചുറ്റി കടന്നു പോകണം. അപ്പോൾ ഇത് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഒരു പ്രക്ഷോഭം അടുത്തിടെ നടന്നിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആ ഒരു പ്രതിഷേധത്തിൽ ജനപ്രതിനിധികളടക്കം ഈ മേഖലയിൽ നിന്നുള്ള MP MLA മാരടക്കം ഡീൻ കുര്യാക്കോസ് അടക്കം അതോടൊപ്പം തന്നെ മറ്റ് MLA മാരടക്കമുള്ളവർ ഇതിലെല്ലാം തന്നെ പങ്കാളികളായിരുന്നു. ഇവർക്കെതിരെ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ബിഷപ്പിനെതിരെ ഉൾപ്പെടെ 23 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഈ കേസെടുക്കൽ നടപടിയാണ് ഈ പ്രതിഷേധത്തിനെതിരെ വനം വകുപ്പ് സ്വീകരിച്ച നടപടിക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് ഫോറം രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് വനം വകുപ്പ് ഇല്ലാത്ത അധികാരം കാണിച്ചുകൊണ്ടാണ് ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ജനങ്ങളുടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യമടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ശബ്ദമുയർത്തുകയും ചെയ്തിട്ടുള്ളത്. ബിഷപ്പിനെതിരെ കേസടക്കം എടുത്താണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അതുമാത്രവുമല്ല, ഈ റോഡ് തുറന്നു കൊടുക്കണമെന്നത് ഈ മേഖലയിലുള്ള വലിയ വിഭാഗം ജനങ്ങളുടെ ആവശ്യമാണ്. അതിനെ നിരാകരിക്കുന്ന ഒരു നിലപാട് വനം വകുപ്പിൻ്റെ ഈ കർക്കശ സ്വഭാവം കൊണ്ട് തന്നെയാണ് ഈ റോഡ് തുറന്നു കൊടുക്കാതിരിക്കുന്നത്. അത് അവസാനിപ്പിച്ച് മതിയാകൂ. ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് ഒരു പുതിയ സഞ്ചാരപാത നേരത്തെ ഉണ്ടായിരുന്നു. അത് നിലവിൽ അടച്ചുപൂട്ടുന്നത് ഇവരുടെ ധിക്കാരമാണ്. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നതാണ് ഈ സിറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്ന് പബ്ലിക് അഫയേഴ്സ് ഫോറം വ്യക്തമാക്കുന്നത്. ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള കേസെടുത്ത നടപടി പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ രീതിയിലേക്ക് പ്രതിഷേധിക്കുമെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വലിയ ആശങ്കയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളിൽ. പക്ഷേ ഇന്ന് പാപ്പ ആശുപത്രി വിടുകയാണ്. 1 മാസത്തിലേറെ നീണ്ട ആശുപത്രി വാസത്തിന് ശേഷം ആശുപത്രി വിടുന്ന ദിവസം കൂടിയാണ് ഇന്ന് തന്നെ പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങും. തുടർന്ന് 2 മാസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് ജമേലി ആശുപത്രിയുടെ ജനാലയ്ക്കരികിലൂടെ മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ആദ്യമായാണ് പോപ്പ് വിശ്വാസികളെ അഭിവാദ്യം ചെയ്തത്. നിലവിൽ മാർപ്പാപ്പയ്ക്ക് ഓക്സിജൻ തെറപ്പി തുടരുന്നുണ്ടെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി 14 മുതൽ റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പാപ്പ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച കൊണ്ടടക്കമാണെന്ന് സൂചിപ്പിച്ച് VM സുധീരൻ. ജനകീയരായ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന് വേണ്ടത്. സ്ഥാനാർത്ഥികളെ കാലുവാരാതെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ സാമൂഹ്യ സന്തുലിതാവസ്ഥ ഉറപ്പാക്കണമെന്നും അതിൽ പാളിച്ച ഉണ്ടാകാതെ നോക്കണമെന്നും സുധീരൻ ന്യൂസ് 18 Q18 പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വിഷയം, മധ്യ തിരുവിതാംകൂർ പോലും നല്ല സ്വാധീനമുണ്ടായിരുന്ന കോൺഗ്രസിന് ആ സ്വാധീനം കുറയുന്ന കാഴ്ചകൾ, ഈ സമുദായങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഡിപ്ലോമസി കോൺഗ്രസ് കൈവിട്ടുപോയി അല്ലെങ്കിൽ കളഞ്ഞു, അതുകൊണ്ടായിരിക്കും. ഒരു കാര്യം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പാളിച്ച വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. പണ്ട് ഈ AK ആൻ്റണി, K കരുണാകരൻ അവർ രണ്ടുപേരും കോൺഗ്രസിനെ നയിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു വലിയൊരു ഗുണമുണ്ട്. നല്ല ഗ്രൂപ്പ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് മത്സരം ഉണ്ടായിരുന്നെങ്കിലും നല്ലൊരു ഗുണം പോസിറ്റീവ് സൈഡുണ്ടായിരുന്നു. എന്താ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ജനസ്വാധീനമുള്ള ജനസ്വീകാര്യതയുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥിയാക്കുക. ഒന്ന് നമ്പർ 1. നമ്പർ 2, സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ ഒരിക്കലും കാലുവാരലില്ല. സോഷ്യൽ ബാലൻസ് ഈ ആൻ്റണി കരുണാകരൻ ആ കാലത്ത്, ടീമിൻ്റെ കാലത്ത് സോഷ്യൽ ബാലൻസ് കൃത്യമായി പാലിച്ചിരുന്നു. അതൊരു വലിയൊരു പാഠമാണ്, എക്കാലത്തെയും തലമുറകൾക്കൊരു പാഠമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ കാലത്തെല്ലാം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയവരടക്കം
പറഞ്ഞ ചില പോയിന്റ് ഉണ്ട്. അതാണ് ശ്രീ വി എം സുധീരനെ പോലെയുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇങ്ങോട്ട് പറയുന്നത്. പഴയ കാലത്ത് എന്തുണ്ടായിരുന്നു, ഇപ്പോഴതില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും പടിയിറങ്ങിപ്പോയിരിക്കുന്നത്. അതിനകത്ത് സോഷ്യൽ ബാലൻസിങ് ഇല്ല എന്ന് പറയുന്നു, ജനങ്ങൾക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥി അല്ല നിർത്തിയെന്ന് പറയുന്നു, കാലുവാരി തോൽപ്പിച്ചു ഇതും പറയുകയുണ്ടായി. അപ്പോൾ അത് ഈ 3 വിഷയങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നാണ്. അതല്ല, ഇതൊക്കെ നമ്മുടെ മുന്നിൽ, ഈ തലമുറയുടെ മുന്നിൽ ഒരു പാഠമാണ്. എക്കാലത്തും നമുക്ക് അനുവർത്തിക്കേണ്ട ഉൾക്കൊള്ളേണ്ട ഒരു പാഠമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായ പാളിച്ചകൾ സംഭവിച്ചത് കൊണ്ടുകൂടിയാണ് ഈ 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത് എന്ന് പാർട്ടി ഒരു സ്വയം വിമർശനം നടത്തുന്നുണ്ടോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും അത്ര കൂടുതലായി പറയുന്നില്ല. ഒരു കാര്യം ശരിയാണ്, നല്ല സ്ഥാനാർത്ഥി നിർണയം, ജനസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം, സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നതിൽ സാമൂഹ്യ സന്തുലിതാവസ്ഥ, അത് കൃത്യമായി മുൻകാലങ്ങളെപ്പോലെ കുറ്റമറ്റ രീതിയിൽ ജനസ്വീകാര്യതയുള്ള സാമൂഹ്യ സന്തുലിതാവസ്ഥ കൃത്യമായി പാലിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ വരിക, ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുക. ഒന്ന്, ജനങ്ങൾ വലിയൊരു ഉത്തരവാദിത്തമാണ് കോൺഗ്രസിൽ കാണുന്നത്. ഇടതു സർക്കാരിന്റെ മദ്യവ്യാപന നയങ്ങളാണ് ലഹരി ഉപഭോഗം വർദ്ധിപ്പിച്ചതെന്ന ആരോപണവുമായി സുധീരൻ. മദ്യവർജനം എന്ന വാഗ്ദാനം നൽകി സർക്കാർ ജനവഞ്ചന കാണിച്ചു. ലഹരി വിരുദ്ധ നടപടികളൊന്നും ആത്മാർത്ഥതയുള്ളതല്ല. മദ്യം വ്യാപിപ്പിക്കുന്ന എക്സൈസിനെ തന്നെ വിമുക്തിയുടെ ചുമതല ഏൽപ്പിച്ചത് അതിനുദാഹരണമാണെന്നും സുധീരൻ പരിഹസിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 29 ബാറാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര ബാറുണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടെ, ഏതാണ്ട് 1000 കടന്നിരിക്കുന്നു. പിന്നെ കൺസ്യൂമർ ഫെഡ്, ബിവറേജസ് കോർപ്പറേഷൻ, മറ്റുള്ള പഞ്ചനക്ഷത്ര ക്ലബ്ബുകൾ, കള്ള് ഷാപ്പുകൾ, ഇതൊക്കെ വേറെ. ചുരുക്കി പറഞ്ഞാൽ കേരളത്തെ വ്യാപകമായൊരു മദ്യവ്യാപനം. അപ്പോൾ ഈ മദ്യവ്യാപനം മാത്രമല്ല, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ഇവർ പറഞ്ഞിരുന്നൊരു വാദഗതി ഉണ്ടായിരുന്നു, മദ്യം നൽകിയില്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപിക്കും. ഇപ്പോൾ മദ്യം വ്യാപിച്ചു, മയക്കുമരുന്നും വ്യാപിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ആത്മാർത്ഥതയുള്ള നടപടികളുമായി ഒരു സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോയാൽ ഈ മയക്കുമരുന്ന് ലോബിയെ അടിച്ചമർത്താൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഈ 30 രൂപയുടെ വാറ്റ് ഉപയോഗിക്കാൻ കഴിയാതിരുന്ന ഒരാൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ മയക്കുമരുന്നിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇതെങ്ങനെ വ്യാപിച്ചു? വ്യാപിക്കും, വേറൊന്നുമല്ല, ഇതങ്ങ് നല്ല ലോബിയുണ്ട്. മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ലോബിയാണ്. അവരുടേതായിട്ടുള്ള അത് ഇൻ്റർനാഷണൽ ലോബിയുടെ ഒരു വലിയൊരു സ്ട്രാറ്റജിയാണ് ഈ സംഭവം. അപ്പോൾ അവരുടെ ശ്രമങ്ങളുണ്ടാവും. പിന്നെ കേരളത്തിലൊരു ഒന്നും ഞാൻ ചൂടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് വിമുക്തി എന്ന് പറയുന്നത് കൊണ്ടു നടക്കുന്നത്. മദ്യം വ്യാപിപ്പിക്കുന്നവർ വിമുക്തി കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ചുരുങ്ങിയത് ആരോഗ്യവകുപ്പിനെങ്കിലും ഏൽപ്പിക്കണ്ടേ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെ ഏൽപ്പിക്കണ്ടേ? ഇത് എക്സൈസുകാർ തന്നെ മദ്യം വ്യാപിപ്പിക്കുന്നവരും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നവർ അവർ തന്നെ വിമുക്തിയുമായി മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊരു പാഴ്വേലയാണ്. സർക്കാർ ആത്മാർത്ഥതയുള്ളൊരു സർക്കാരാണെങ്കിൽ ഒരു സംശയം വേണ്ട. ഞാൻ ചോദിച്ചു, ഇപ്പോൾ മയക്കുമരുന്നിനെതിരെ നടപടി വരുന്നുണ്ടല്ലോ, ഈ നടപടി എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടാ? അപ്പോൾ ഇപ്പോൾ ശക്തമായി ജനാഭിപ്രായം ഉയർന്നു വന്നു, സർക്കാർ പ്രതിക്കൂട്ടിലായതുകൊണ്ട് മുഖം രക്ഷിക്കാൻ വേണ്ടിയ നടപടിയാണ്. കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഒരു ടോപ്പ് പ്രയോറിറ്റി അല്ല. ലഹരി അവരുടെ ഒരു ടോപ്പ് പ്രയോറിറ്റി അല്ല. ഇപ്പോൾ ടോപ്പ് പ്രയോറിറ്റി ആകുന്നതിൻ്റെ കാരണം ശക്തമായ ജനാഭിപ്രായം വന്നിരിക്കുന്നു. കാരണം നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങളാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ആ സാഹചര്യം വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ ലഹരി പിടുത്തം സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ശശി തരൂരിന് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞെന്ന് സുധീരൻ. മോദിയെ അനുകൂലിക്കുന്നതും കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകളെ അഭിനന്ദിക്കുന്നതും പാർട്ടി വിരുദ്ധ നടപടിയാണെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾ തുടർന്നാൽ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്ന് തരൂരിനടക്കം സന്ദേശം നൽകിയിട്ടുമുണ്ട്. ആ സ്പിരിറ്റ് വൈകിയാണെങ്കിലും ശശി തരൂർ മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വി എം സുധീരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസവും മോദിയുടെ വിദേശ നയം, യുക്രൈൻ വിഷയത്തിൽ തരൂർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇനി ഇതൊരു സ്പേസാക്കി ഉയർത്തേണ്ട കാര്യമില്ല എന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അത് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം കൊണ്ടുകൂടിയാണ്. ഒരു കാര്യമില്ല, ഡൽഹി ചർച്ച നടക്കുമ്പോൾ ശശി തരൂർ കൂടെ ഇരിക്കുന്ന ആ വേദിയിലാണ് വളരെ കൃത്യമായി, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായി പറഞ്ഞു ആ മീറ്റിങ്ങിൽ. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, മോഡിയെ അനുകൂലിക്കുന്നതും അതുപോലെ കോൺഗ്രസ് വിരുദ്ധ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതും
പാർട്ടി വിരുദ്ധ നടപടിയാണ്, ശരിയായ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ആ ഒരു സ്പിരിറ്റ് എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. ശശി തരൂരും കൂടുതലായി അത് ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസവും അല്ല ഞാനിപ്പോഴും ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഞാനത് ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ അതാണ്. അദ്ദേഹം ആ സ്പിരിറ്റ്, ഡൽഹി ഹൈക്കമാൻഡ് ചർച്ചയുടെ ആ ഒരു സ്പിരിറ്റ് അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വരും ദിവസങ്ങളിൽ ഒരു തിരുത്തൽ അദ്ദേഹത്തിൽ ഉണ്ടായേക്കും. ഞാൻ പറഞ്ഞല്ലോ, അത് തീർച്ചയായും ആ ഒരു സ്പിരിറ്റ്, ഡൽഹി ഡിസ്കഷൻ്റെ ഒരു സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റ് അതാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ നയിക്കുന്നത്. തീർച്ചയായും എല്ലാവരും തന്നെ ആ തരത്തിലുള്ള പാതയിലേക്ക് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും. അതുവഴി ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസിനെ വിജയത്തിലേക്ക് എത്തിക്കും. മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വ്യാപകമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് വയനാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം പരമാവധി 40 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ തീർത്തും ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഒഴികെ ജനങ്ങൾ പുറത്തു പോകുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഒരിടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. KSEB പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ക്യാഷ് കൗണ്ടർ സംവിധാനം നിർത്തലാക്കി ആ ജീവനക്കാരെ മറ്റ് ജോലികൾക്ക് നിയോഗിക്കാൻ സർക്കാർ നിർദ്ദേശം. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് ഓൺലൈൻ പേയ്മെന്റ് സംവിധാനമുള്ള സ്ഥാപനങ്ങളിൽ കൗണ്ടറുകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം. വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഗുണകരമല്ലാത്ത പദ്ധതികൾ നിർത്തലാക്കണം. സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗത്തിലും കടുത്ത നിയന്ത്രണം കൊണ്ടുവരാനും തീരുമാനിച്ചു. അനാവശ്യ ചെലവുകളും അധിക ധനവിനിയോഗവും ഒഴിവാക്കിയുള്ള ധനദൃഢീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നിർദ്ദേശങ്ങൾ. KSEB പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പേയ്മെന്റുകൾക്കായി ഓൺലൈൻ സംവിധാനം നിലവിലുണ്ട്. അതിനാൽ ഇവിടങ്ങളിൽ പ്രത്യേക കൗണ്ടർ സംവിധാനങ്ങൾ തുടരുന്നത് അനുയോജ്യമല്ല. ഇത് അവസാനിപ്പിച്ച് ഈ ജീവനക്കാരെ മറ്റ് ജോലികൾക്ക് ഉപയോഗിക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡ്, കോർപ്പറേഷനുകൾ തുടങ്ങി സർക്കാർ സഹായം കൊണ്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും വാഹനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കണം. സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്കും ഓഫീസുകളുടെ നിയന്ത്രണാധികാര പരിധിക്കുള്ളിൽ മാത്രമേ വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയൂ. ചെലവുകൾ ബജറ്റ് വിഹിതം മറികടക്കാൻ പാടില്ല. ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ അധിക തുക അനുവദിക്കേണ്ടി വരുമെങ്കിൽ അത് ധന പുനർവിനിയോഗം വഴി മാത്രമായിരിക്കണം. സർക്കാർ ഓഫീസുകളിൽ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരെ ഒഴിവാക്കണം. പകരം വാഹനങ്ങളില്ലാത്തത് മൂലം ജോലിയില്ലാതെ തുടരുന്ന ഡ്രൈവർമാരെ ആ ജോലിക്ക് നിയോഗിക്കണം. വിവിധ വകുപ്പുകൾക്ക് കീഴിൽ വർഷങ്ങളായി തുടരുന്ന അനാവശ്യ പദ്ധതികൾ കണ്ടെത്തി ഇത് അവസാനിപ്പിക്കണം. 1 മാസത്തിനുള്ളിൽ ഈ നടപടികൾ പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം. സെമിനാറുകൾ, മേളകൾ, പരിശീലന പരിപാടികൾ എന്നിവയുടെ ചെലവുകൾ ബജറ്റ് വിഹിതത്തിന്റെ 50% അധികമാകാൻ പാടില്ല. ഈ ഓഫീസ് സംവിധാനമുള്ള സ്ഥാപനങ്ങളിൽ ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിൽ ആവശ്യഘട്ടത്തിൽ മാത്രമേ പുതിയ നിയമനം പാടുള്ളൂ. അതും കരാറടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണമെന്നും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകന്റെ ഉത്തരവിൽ പറയുന്നു. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം താഴേക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കത്തിക്കുത്ത് നടത്തിയ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതുന്നത് താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികൾക്കൊപ്പം 3 കുട്ടികളെയും കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ചയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തിച്ച 3 വിദ്യാർത്ഥികളെ കോഴിക്കോട് വെള്ളിമാട് കുന്ന് ചിൽഡ്രൻസ് ഹോമിൽ പ്രവേശിപ്പിച്ചു. മൂവർക്കും SSLC പരീക്ഷ എഴുതാൻ അധികൃതർ ഇവിടെ സൗകര്യമൊരുക്കും. വയനാട് ഷഹബാസ് വധക്കേസിലെ പ്രതികളും വെള്ളിമാട് കുന്ന് ചിൽഡ്രൻസ് ഹോമിൽ കഴിയുന്നുണ്ട്. ഇവർക്കൊപ്പമാകും താഴേക്കോട് സംഭവത്തിൽ ഉൾപ്പെട്ട മൂവരും പരീക്ഷ എഴുതുക. ഇവരെ പരീക്ഷ എഴുതിക്കരുതെന്ന് ആവശ്യപ്പെട്ട് MSF താഴേക്കോട് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് ഈ നീക്കം. വെള്ളിയാഴ്ച SSLC പരീക്ഷയ്ക്ക് ശേഷമാണ് PTM സ്കൂളിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ തലയ്ക്ക് പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. മൂവരും സുഖം പ്രാപിച്ചു വരുന്നു. സ്കൂളിലെ ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കിടയിലെ പ്രശ്നങ്ങളാണ് ഏറ്റുമുട്ടലിന് വഴിവെച്ചത്. ഒരു വിദ്യാർത്ഥിയെ നേരത്തെ TC നൽകി പറഞ്ഞയച്ചിരുന്നു. നടപടി നേരിട്ട വിദ്യാർത്ഥി വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങി 10ാം തരം പരീക്ഷ എഴുതാൻ എത്തിയപ്പോഴാണ് മുൻവിരോധത്താൽ സഹപാഠികളെ കുത്തി പരിക്കേൽപ്പിച്ചത്.
ന്യൂസ് 18 മലപ്പുറം. കുട്ടി ക്രിക്കറ്റ് പൂരത്തിന്റെ കാലമാണിത്. കാഴ്ചകളിലേക്ക്. IPL 18-ാം സീസണ് കൊടിയേറിയ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 7 വിക്കറ്റിന്റെ മിന്നും ജയം. 22 പന്തുകൾ ബാക്കി നിൽക്കെയാണ് RCB കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തകർത്തത്. വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറി നേട്ടം കൂടി ആയപ്പോൾ ബാംഗ്ലൂർ ആരാധകർ ഹാപ്പി. ആവേശകരമായ 18-ാം സീസണിലെ ആദ്യ മത്സരം അവസാനിക്കുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വിജയമാണ്. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെടുകയും ചെയ്തു. എല്ലാ കാണികളും അക്ഷരാർത്ഥത്തിൽ വിഷമിച്ചുകൊണ്ടാണ് ആ മത്സരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. കൊൽക്കത്തയുടെ ഒരു ഘട്ടത്തിൽ 3 ഓവറിൽ 9 റൺസ് മാത്രമായിരുന്നു അവർ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. ക്വിന്റൻ ഡിക്കോക്കിനെ വേഗത്തിൽ നഷ്ടമായി. പിന്നാലെ അജിങ്ക്യ റഹാനെയും സുനിൽ നറൈനും ചേർന്ന് നടത്തിയ കൂട്ടുകെട്ടിൽ ഒരുപാട് പ്രതീക്ഷിച്ചു കൊൽക്കത്ത ആരാധകർ. എന്നാൽ ആ കൂട്ടുകെട്ട് പൊളിഞ്ഞതോടെ കൊൽക്കത്ത ബാറ്റർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്കായിരുന്നു. 10 ഓവറിൽ നിന്ന് 100 റൺസ് എടുത്ത കൊൽക്കത്തയ്ക്ക് പിന്നാലെ വെറും 74 റൺസ് മാത്രം നേടാൻ സാധിച്ചു. 174 എന്ന സ്കോർ കാർഡിലേക്ക് കൊൽക്കത്തയ്ക്ക് ഒതുങ്ങേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടായി. പിന്നാലെ ബാംഗ്ലൂർ അടിച്ചു തകർക്കുകയായിരുന്നു. ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും കൂടി ചേർന്ന് നടത്തിയ തുടക്കത്തിൽ ബാംഗ്ലൂരിന് ഈസിയായി വിജയിക്കാൻ സാധിക്കുകയും ചെയ്തു. പിന്നാലെ പത്തിദാറൊക്കെ വന്ന് അത് കുറച്ചുകൂടെ മികച്ചതായി ബാംഗ്ലൂരിന് ജയത്തിലേക്ക് എത്തിച്ചെങ്കിൽ പോലും അവസാനം ലീവ് ലിവിങ്സ്റ്റന്റെ വിന്നിംഗ് ഷോട്ടിലൂടെ തന്നെ ബാംഗ്ലൂർ ജയിക്കുകയും ചെയ്തു. ആദ്യ മത്സരത്തിൽ അങ്ങനെ കൊൽക്കത്തയുടെ മണ്ണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയിക്കുമ്പോൾ 18-ാം സീസൺ ആ 18-ാം നമ്പർ ജേഴ്സിക്കാരന് വേണ്ടിയിട്ടെങ്കിലും ബാംഗ്ലൂർ ആരാധകർ വിജയിക്കണം എന്നാണ് കരുതുന്നത്. കാരണം വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറിയോടുകൂടി തന്നെ ബാംഗ്ലൂർ ആരാധകർ വലിയ ആശ്വാസത്തിലാണ്. ഈ സീസണും കോഹ്ലി ബാംഗ്ലൂരിനെ വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് ബാംഗ്ലൂർ ആരാധകർ. IPL-ൽ ഇന്ന് നടക്കാനിരിക്കുന്ന ഒരു ഗ്ലാമർ പോരാട്ടമാണ്. സ്വന്തം തട്ടകത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. നായകസ്ഥാനത്തില്ലെങ്കിലും ചെന്നൈയുടെ സ്വന്തം ധോണി വീണ്ടും കളത്തിലിറങ്ങുന്നതിന് സാക്ഷ്യം വഹിക്കാൻ ആരാധകർ ഒഴുകിയെത്തുമെന്ന് ഉറപ്പാണ്. MG മിഥുന്റെ റിപ്പോർട്ട് കാണാം. IPL തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്വന്തം തട്ടകത്തിൽ ഇന്ത്യൻ ഏകദിന ടെസ്റ്റ് ടീമുകളുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും അടക്കം അണിനിരക്കുന്ന മുംബൈ ഇന്ത്യൻസുമായാണ് ഇന്ന് ആതിഥേയർ കൊമ്പുകോർക്കുന്നത്. നായകസ്ഥാനത്തില്ലെങ്കിലും ചെന്നൈയുടെ സ്വന്തം തല തന്നെയായ ധോണി വീണ്ടും കളത്തിലിറങ്ങുന്നതിന് സാക്ഷ്യം വഹിക്കാൻ തമിഴകത്തിന് അകത്തും പുറത്തുനിന്നുമായി ആരാധക പ്രവാഹമുണ്ടാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ വിൽപ്പന ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ CSK മുംബൈ മത്സരത്തിന്റെ ടിക്കറ്റുകൾ മുഴുവനായും വിറ്റഴിഞ്ഞിരുന്നു. ഋതുരാജ് ഗെയ്ക്വാദ് തുടർച്ചയായി 2-ാം സീസണിലും CSK നായകസ്ഥാനത്തുണ്ട്. 5 തവണ വീതം IPL കിരീടം നേടി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന CSKയും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരം കളത്തിൽ തീ പാറിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കഴിഞ്ഞ സീസണിൽ 5-ാം സ്ഥാനത്തായ CSKയ്ക്ക് പ്ലേ ഓഫിലെത്താൻ സാധിച്ചിരുന്നില്ല. 4 വിജയങ്ങൾ മാത്രം സ്വന്തമാക്കിയ മുംബൈ ആകട്ടെ 8 പോയിന്റുകളോടെ അവസാന സ്ഥാനത്തുമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ തിരിച്ചടികളിൽ നിന്ന് പഠിച്ച പാഠങ്ങളുമായിരിക്കും ഇരു ടീമുകളും ഇക്കുറി കളത്തിലിറങ്ങുക. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് അടുത്തിടെ വിരമിച്ച അശ്വിൻ CSKയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ടീമിന്റെ ബൗളിംഗ് നിരയും ഓൾറൗണ്ട് മികവിനെയും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല സ്പിന്നർമാർക്ക് വേണ്ടിയാണ് ഈ സീസണിൽ ചെന്നൈ കൂടുതൽ തുക മുടക്കിയത്. 10 കോടി രൂപയ്ക്ക് അഫ്ഗാനിസ്ഥാന്റെ സ്പിന്നർ നൂർ മുഹമ്മദിനെ കൂടാരത്തിലെത്തിച്ചു. അശ്വിനും തിരിച്ചെത്തിയിട്ടുണ്ട്. വിശ്വസ്തനായ രവീന്ദ്ര ജഡേജയും കൂടി ചേരുമ്പോൾ ചെന്നൈയുടെ നില ഭദ്രമാണ്. ശ്രേയസ് ഗോപാലും ഓൾറൗണ്ടർ ദീപക് ഹൂഡയുമാണ് മറ്റ് സ്പിന്നർമാർ. മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ് ഈ സീസണിലും ചെന്നൈയുടെ ശ്രദ്ധാകേന്ദ്രം. കഴിഞ്ഞ സീസണിൽ 220 മുകളിൽ ആയിരുന്നു ധോണിയുടെ പ്രഹരശേഷി. 73 പന്തിലാണ് അദ്ദേഹം നേരിട്ടത്. അതിൽ 161 റണ്ണാണ് ഈ 43-കാരൻ അടിച്ചെടുത്തത്. 13 സിക്സറും 14 ഫോറും ആ ഇന്നിംഗ്സുകളിലുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദാണ് മറ്റൊരു ശ്രദ്ധേയ താരം. ഓൾറൗണ്ടർമാരായ സാം കറനും വിജയ് ശങ്കറും ടീമിലുണ്ട്. പരിക്ക് കാരണം കഴിഞ്ഞ സീസൺ നഷ്ടമായ ന്യൂസിലൻഡ് ഓപ്പണർ ഡെവൻ കോൺവേയും തിരിച്ചെത്തിയിട്ടുണ്ട്. 3-ാം നമ്പറിൽ രാഹുൽ ത്രിപാഠിയുമുണ്ട്. മദീഷ പതിരണ, ഖലീൽ അഹമ്മദ് എന്നിവർ പേസ് നിരയും നയിക്കും. അതേസമയം മുംബൈ നിരയെ നോക്കുമ്പോൾ രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിച്ചത് കഴിഞ്ഞ സീസണിലാണ്. ഹർദിക്കിന് ടീമിന്റെയും കാണികളുടെയും പിന്തുണ അന്ന് കിട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. ചാമ്പ്യൻസ് ട്രോഫി ജയത്തോടെ ഹർദിക്കിന് പിന്തുണയേറി. രോഹിത് 9 മാസത്തിനുള്ളിൽ ഇന്ത്യക്ക് 2 ICC കിരീടവും സമ്മാനിച്ചിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് 2020 ടീം ക്യാപ്റ്റനായി. പേസർ ജസ്പ്രീത് ബുംറയുടെ പരിക്ക് മാത്രമാണ് ആശങ്ക. ബുംറ ആദ്യ മത്സരങ്ങൾക്ക് ഉണ്ടാകില്ല. പേസർ ട്രെന്റ് ബോൾട്ടും തിരിച്ചെത്തി. ദക്ഷിണാഫ്രിക്കയുടെ
റാൻ റിക്കൽട്ടനായിരിക്കും രോഹിത്തിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. കോർവിൻ ബോഷ്, ബെവൺ ജേക്കബ്സ് എന്നിവരാണ് പുതുമുഖ താരങ്ങൾ. രാജ്യാന്തര T20യിൽ നിന്ന് വിരമിച്ചെങ്കിലും രോഹിത് IPL തിളങ്ങുമെന്നാണ് മുംബൈയുടെ പ്രതീക്ഷ. രാജ്യാന്തര തലത്തിൽ ബാറ്റർ എന്ന നിലയിൽ രോഹിത്തിന് പഴയ പ്രഭാവമില്ല. എങ്കിലും മികച്ച തുടക്കം കുറിക്കാൻ 37-കാരന് കഴിയും. സൂര്യകുമാറിന്റെ സമീപകാലത്തെ മോശം പ്രകടനം മാറുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ബൗളിംഗിൽ ബോൾട്ട്, ദീപക് ചാഹർ സഖ്യം തുടങ്ങും. അതുകൊണ്ട് തന്നെ IPL തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ ഇത്തവണ മത്സരം പൊടിപാറും. ഇത്തവണത്തെ മെഗാ താരലേലത്തിൽ പുതുതായി ടീമിലെടുത്ത താരങ്ങളുടെ പ്രകടനവും ഇരുഭാഗത്തിൻ്റെയും വിജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. അപ്പോൾ ഇന്ന് മത്സരം നേരിട്ട് കാണാം. കഴിഞ്ഞ വർഷത്തെ റണ്ണേഴ്സ് അപ്പായ സൺറൈസേഴ്സ് ഹൈദരാബാദ്, മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ്. IPLൽ ഇന്ന് രണ്ടാമത്തെ മത്സരത്തിൽ ഈ രണ്ട് ടീമുകളും കോർക്കുമ്പോൾ ജയസാധ്യത ആർക്കാണ് പരിശോധിക്കാം. IPLിലെ രണ്ടാമത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുമ്പോൾ സൺറൈസേഴ്സിനാണ് വിജയത്തിൽ മുൻതൂക്കമെന്നാണ് പലരുടെയും അവകാശവാദം. എന്നാൽ മലയാളികൾക്ക് രാജസ്ഥാനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി തന്നെയാണ്. തുടർച്ചയായ 5ാം സീസണിലാണ് സഞ്ജു രാജസ്ഥാനെ നയിക്കുന്നത്. എന്നാൽ സൺറൈസേഴ്സ് പോലൊരു വെടിക്കെട്ട് ടീമിനെ രാജസ്ഥാൻ ഭയക്കുകയും വേണം. കഴിഞ്ഞ സീസണിൽ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും നടത്തിയ ഓപ്പണിംഗ് കൂട്ടുകെട്ടുകൾ സൺറൈസേഴ്സിനെ 3 തവണയാണ് 250 മേളിലുള്ള സ്കോറിലേക്ക് കൊണ്ടെത്തിച്ചത്. ഈ സീസണിലും അത് തന്നെ ആവർത്തിക്കുമെന്നാണ് മനസ്സിലാക്കുകയും ചെയ്തത്. കൂട്ടത്തിൽ ഇഷാൻ കിഷനും കൂടി ടീമിലേക്ക് വന്നതോടുകൂടി തന്നെ സൺറൈസേഴ്സ് ഒരു പവർ പാക്ഡ് ടീമായി മാറുകയും ചെയ്തു. മറുഭാഗത്ത് രാജസ്ഥാനിൽ എടുത്തു നോക്കുമ്പോൾ തന്നെ സഞ്ജു സാംസന് പകരം റിയാൻ പരാഗാണ് ആദ്യത്തെ 3 മത്സരങ്ങൾ ക്യാപ്റ്റൻ ചെയ്യുന്നത്. റിയാനിലൂടെ രാജസ്ഥാന് പുതിയൊരു ലോകം വെട്ടിപ്പിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് രാജസ്ഥാൻ റോയൽസ് ആരാധകരുടെ പ്രതീക്ഷകൾ. അതോടൊപ്പം തന്നെ സഞ്ജു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് എത്തുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും മലയാളികളിൽ പലരും വിശ്വസിക്കുന്നത് രാജസ്ഥാൻ വിജയിക്കുമെന്നുള്ളതാണ്. തീക്ഷണയും കൂടി എത്തുന്നതോടുകൂടി തന്നെ രാജസ്ഥാൻ റോയൽസ് വലിയ ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങുകയാണ്. മത്സരം രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 നടക്കുമ്പോൾ രണ്ടാമത്തെ മത്സരം ആര് നേടുമെന്നുള്ളത് നോക്കിക്കാണാം. അപ്പോൾ ഇന്ന് വൈകിട്ട് ആവേശ മത്സരങ്ങളുടെ സമയമാണ്. നമുക്ക് വൈകിട്ട് മത്സരങ്ങൾ നേരിട്ട് തന്നെ കാണാം. ഇപ്പോൾ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും അവയുടെ വിശദാംശങ്ങളും വിശകലനങ്ങളും ഒക്കെയായി ഇനി ന്യൂസ് ട്രെൻഡ്സ് ആണ്. TG സജിത് ചേരും. രാവിലെയിൽ വീണ്ടും നാളെ കാണാം.